തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും അറ്റൻഡറും സെക്യൂരിറ്റി ജീവനക്കാരും നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന പരാതിയുമായി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. വർഷങ്ങളായി പുതിയ ഡോക്ടർമാരെ നിയമിക്കാത്തത് കാരണം ഏറെ ബുദ്ധിമുട്ടിയാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്. ആശുപത്രിയുടെ നടത്തിപ്പുകാരായ തളിപ്പറമ്പ് നഗരസഭാ അധികാരികൾ തങ്ങളുടെ പരിമിതികൾ നിരത്തുമ്പോൾ കേട്ടുനിൽക്കാനേ പരാതിക്കാർക്ക് സാധിക്കാറുള്ളൂ. മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ സാധാരണക്കാരായ രോഗികളുടെ ആശ്രയ കേന്ദ്രമായ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതായാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ സമീപനം ചോദ്യം ചെയ്ത രോഗിയെ അറ്റൻഡറും സെക്യൂരിറ്റി ജീവനക്കാരനും ഉൾപ്പെടെ പരസ്യമായി അവഹേളിച്ചെന്നാണ് പരാതി. ഈ വിഷയത്തിൽ അറ്റൻഡർക്കും സെക്യൂരിറ്റി ജീവനക്കാരനുമെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിന് പ്രവർത്തകർ നിവേദനം നൽകി. പുതിയ ഡോക്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാരിന് മാത്രമേ ഇടപെടൽ നടത്താൻ സാധിക്കുകയുള്ളൂ. ഞായറാഴ്ചയിൽ 2 ഡോക്ടർമാരെ നിയോഗിക്കുമെന്നും പരാതി ഉയർന്ന സാഹചര്യം പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും സൂപ്രണ്ട് ഉറപ്പ് നൽകിയതായും ഇത് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ഇവിടെ ഒരു ഡോക്ടറെ ഉള്ളത്. ഇവിടെ 100-200ഓളം ആൾക്കാരുടെ ക്യൂ നിൽക്കുന്നുണ്ട്. 8 മണിക്ക് വന്നതാണ്. ഇവിടെ ചികിത്സിക്കാൻ ഒരു ഡോക്ടർ മാത്രമാണ്. ഈ നീണ്ട ക്യൂ പോകുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ചായ കുടിക്കാനും ഫോൺ വിളിക്കാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് വിളിച്ചിട്ട് ഓടി വന്ന് ഞാൻ കണ്ട വലിയൊരു ദുരനുഭവമാണ് ഈ ഹോസ്പിറ്റലിൽ കണ്ടത്. നീണ്ട ക്യൂ ആണ്. അത് പൂച്ച കടിച്ചതുകൊണ്ട്, പനി വന്നതുകൊണ്ട് എല്ലാ രീതിയിലുള്ള രോഗികൾ അവിടെ ഉണ്ട്. പാവപ്പെട്ട രോഗികൾ. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ വരുന്ന രോഗികൾ നമുക്കറിയാലോ. അത്രയും പിഞ്ചു മക്കളെയൊക്കെ കൂടി പനിയും ജലദോഷമൊക്കെ ആയിട്ട് വന്ന ഒരുപാട് രോഗികൾ അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു ഡോക്ടർ ചായ കുടിക്കാൻ പോയി. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചത് വന്നത്. ഡ്യൂട്ടി ടൈമിന് ചായ കുടിക്കാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേഷ്യൻ്റ് അവിടെ ഉണ്ടെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോൺ വന്ന് അദ്ദേഹം ബാക്കിലേക്ക് നടന്നു പോയി. ഇതെല്ലാം നമ്മൾ കണ്ടു നിന്ന് നമ്മളത് ചോദിച്ചപ്പോൾ ഡോക്ടർ നമ്മളൊന്നും പറയാതെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് സമയം കൊടുത്തു. പെട്ടെന്ന് നാളെ വിടാൻ വേണ്ടി. അപ്പോൾ അവിടെ അറ്റൻഡർ ഉണ്ടായ ഒരു ഉണ്ണി എന്ന് പറയുന്ന ഈ പേഷ്യന്റിനോട് വളരെ മോശമായി പെരുമാറി. ഒരു സെക്യൂരിറ്റി കാണാൻ വന്നിട്ട് ഒരു സെക്യൂരിറ്റി സുരേഷ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി വളരെ മോശമായിട്ടുള്ള പെരുമാറിയിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ചെറുക്കള ശാഖാ പ്രസിഡന്റ് സാമ അബ്ദുള്ള, KT ജുബൈദ, സുബൈർ മണ്ണൻ, യൂത്ത് ലീഗ് ശാഖാ സെക്രട്ടറി CK ഉമ്മർ, മുഹസിൻ പൊക്കുണ്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.